A two-digit number is equal to 6 times the sum of its digits. The number got by interchanging the digits is 9 more than 4 times the sum of the digits. What is the number? അപ്പോൾ ഇവിടെ ഒരു 2-digit നമ്പറിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരു 2-digit നമ്പർ ഈസ് ഈക്വൽ ടു 6 ടൈം. അപ്പോൾ ഡിജിറ്റ്സിനെ നമുക്ക് എക്സും വൈ ആയിട്ട് എടുക്കാം. ലെറ്റ് ദ ഡിജിറ്റ്സ് ആർ എക്സ് ആൻഡ് വൈ. എക്സും വൈ ആയിട്ട് ഡിജിറ്റ്സിനെ എടുത്തു കഴിഞ്ഞാൽ ആ ഒറിജിനൽ നമ്പർ എന്ന് പറഞ്ഞാൽ 10x + y ആണ്. അപ്പോൾ ഒറിജിനൽ നമ്പർ ഈസ് ഈക്വൽ ടു 10x + y. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഒറിജിനൽ നമ്പർ 2-digit നമ്പർ ഈസ് ഈക്വൽ ടു 6 ടൈംസ് ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം. 2-digit നമ്പർ എന്ന് പറഞ്ഞാൽ ആ ഒറിജിനൽ നമ്പർ 10x + y ഈസ് ഈക്വൽ ടു 6 ടൈംസ് ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ്. 6 ടൈംസ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ x + y. ഡിജിറ്റ്സിൻ്റെ സം x + y. ദെൻ ഇക്വേഷൻ ഉണ്ടാക്കുമ്പോൾ 10x + y ഈസ് ഈക്വൽ ടു 6x + 6y. 10x - 6x 10x - 6x + y - 6y ഈസ് ഈക്വൽ ടു 0. റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ചിഹ്നം മാറ്റി കൊടുക്കണം. അപ്പോൾ 6x - 6x ആയി 6y - 6y ആയി. Then 10x - 6x is equal to 4x plus y minus 6y is equal to minus 5y is equal to 0. This is equation 1. ഇനി നമുക്ക് ഇക്വേഷൻ 2 എഴുതാം. ഇക്വേഷൻ 2ൻ്റെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇഫ് ദ നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സിനെ ഇൻ്റർചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഡിജിറ്റ്സിനെ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ y ടെൻസ് പ്ലേസിലും എക്സ് യൂണിറ്റ്സ് പ്ലേസിലായി. അപ്പോൾ നമ്മളുടെ ഒറിജിനൽ ഇൻ്റർചേഞ്ച് ചെയ്ത നമ്പർ എന്ന് പറയുമ്പോൾ 10y + x. ഇൻ്റർചേഞ്ച് ചെയ്ത y ടെൻസ് പ്ലേസിലും എക്സ് യൂണിറ്റ്സ് പ്ലേസിലായി. 10y + x ഈസ് 9 more than 4 times the number. 9 more than 4 times the sum of the digits. അപ്പോൾ 4 times the sum of the digits ആദ്യം എഴുതുക. 4 times the sum of the digits എന്ന് പറഞ്ഞാൽ 4 × x + y. 9 more than എന്ന് പറഞ്ഞിട്ട് +9. ഓക്കെ, ഇനി നമുക്ക് ഇത് ചെയ്യാം. 10y + x is equal to 4x + 4y + 9. ആദ്യം x എഴുതാം. x - 4x. 4x റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. +10y - 4y is equal to 9 അവിടെ തന്നെ ഇരുന്നു കേട്ടോ. ഓക്കെ, x - 4x - 3x plus 10y - 4y is equal to +6y is equal to 9. ഈ സംഖ്യകളെല്ലാം 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പം നമുക്കിതിനെ 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. അപ്പം നമുക്ക് -x + 6ൽ 3 2 ടൈംസ് 2y is equal to 9ൽ 3 ടൈംസ്. ദിസ് ഈസ് ഇക്വേഷൻ 2. ഇവിടെ ഇക്വേഷൻ 2വിനെ നമുക്ക് ഇക്വേഷൻ 1 4x - 5y ആണ്. ഇക്വേഷൻ 2 -x + 2y ആണ്. ഇവിടെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പം ഇക്വേഷൻ 2വിനെ നമുക്ക് 4 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഇവിടെ 4x ആണ്. ആദ്യത്തെ ഇക്വേഷനിൽ 4x ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ -x ആണ്. അപ്പോൾ അത് രണ്ടും ഒരേപോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇക്വേഷൻ 2വിനെ നമുക്ക് 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇക്വേഷൻ 2 × 4 is equal to -4x + 8y is equal to 4 × 3 12. ഇക്വേഷൻ 2 ഒന്നും കൂടെ നമ്മൾ കറക്റ്റാക്കി. ഇനി ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടെ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ 1 എന്ന് എഴുതാം. ഇക്വേഷൻ 1 4x - 5y is equal to 0. ഇക്വേഷൻ 1. ഇനി ഈ രണ്ട് ഇക്വേഷനും കൂടെ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ -4x + 4x കറക്റ്റായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് ഇക്വേഷൻ രണ്ടും കൂടെ പ്ലസ് ആണ് ചെയ്യുക.
The equation 2 plus 1 minus 4x plus 4x cancel. 8y minus 5y is equal to 3y is equal to 12. Y is equal to 12 by 3 is equal to 4. ഇനി വൈൻ്റെ വാല്യൂ നമുക്ക് ഇക്വേഷൻ 1ൽ കൊടുക്കാം. പുട്ട് y in ഇക്വേഷൻ 1. ഇക്വേഷൻ 1 എന്താണ്? 4x മൈനസ് 5y ഇസ് ഈക്വൽ ടു 0 ആണ് ഇക്വേഷൻ 1. അതിൽ വൈൻ്റെ വാല്യൂ കൊടുക്കാം. 4x മൈനസ് 5 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 0. 4x minus 20 is equal to 0. 4x is equal to 20. x is equal to 20 by 4 is equal to 5. അപ്പോൾ നമുക്ക് എക്സും കിട്ടി വൈയും കിട്ടി. എക്സ് നമുക്ക് 5ഉം വൈ 4ആണ്. അപ്പോൾ ദ നമ്പർ ഈസ് 54. നമ്പർ ഈസ് 54. വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 10x പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണ്. അത് കറക്റ്റായി കിട്ടുന്നുണ്ടോ നോക്കാം. 10x പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു എക്സ് പ്ലസ് വൈ. അപ്പോൾ 10x പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 54 ആണ്. ഒറിജിനൽ നമ്പർ 54 ആണ്. 10x പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 54 ആണ്. 10 ഇൻറ്റു 5 പ്ലസ് 4 is equal to 6 into 5 plus 4 is equal to 54 is equal to 6 into 5 plus 4 9 is equal to 54. 9 into 6 54. ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റാണെന്ന് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആർക്കെങ്കിലും ഓൺലൈൻ ലൈവ് ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ നമ്പർ തംബ്നെയിലുണ്ട്, കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ.